ആമേൻ, ദോഷവും ദുഷ്ടതയും കൊണ്ട് നിറയപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ നടുവിൽ ഒരുവനെ ദൈവം കണ്ടു, വ്യത്യസ്തനെ, വേർപെട്ടവനെ. ഈ 2025 വേർപെട്ടു നിൽക്കുന്ന ആരേലും ഉണ്ടോ? ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ലോകമുണ്ടെങ്കിൽ ഞാൻ അവനെ നോക്കി പറയുന്നു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. ദുഷ്ടതയിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്ന, ദോഷങ്ങളിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്ന ഏതേലും ലോകമാരുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ചലിക്കാൻ പോവുകയാണ്. എല്ലാരും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കൃപ വേണം. എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കൃപ വേണം. ഇന്ന് പകൽ കൃപ വേണോ? ഒറ്റ വഴിയേ ഉള്ളൂ, വേർപെട്ടു നിൽക്കണം. പാപത്തിൽ ഇടകലർന്നുകൊണ്ട്, ലോകത്തിൽ ഇടകലർന്നുകൊണ്ട്, ദോഷങ്ങളിലും ദുഷ്ടതയും ഇടകലർന്നുകൊണ്ട് നിന്നാൽ കൃപ വ്യാപരിക്കില്ല, ദൈവത്തിന്റെ കൃപ ചലിക്കില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന ഈ തലമുറയിൽ കൃപ ലഭിച്ച ലോകമാർക്കായി, വേർപെട്ട് നിൽക്കുന്ന ലോകമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.